അച്ഛൻ്റെ മിലിറ്ററി ജോലി കാരണം ചെറുപ്പത്തിലിടയ്ക്കിടെ നാട് മാറേണ്ടി വന്ന ഒരു പെൺകുട്ടി. 15-ാം വയസ്സിനുള്ളിൽ മാത്രം 11ഓളം സ്കൂളുകളിൽ പഠിക്കേണ്ടി വന്ന സാഹചര്യം. ജീവിതത്തിൽ സ്ഥിരതയില്ലാത്ത ബാല്യകാലത്തിലൂടെ കടന്നുപോയിട്ടും ഉള്ളിലെ അഭിനയമോഹം കൈവിടാതിരുന്ന പെൺകുട്ടി ഇന്ന് എത്തി നിൽക്കുന്നത് മാർവൽ സ്റ്റുഡിയോസിന്റെ വരാനിരിക്കുന്ന പ്രൊജക്റ്റായ എക്സ്മെനിലാണ്. പറഞ്ഞു വരുന്നത് ഒബ്സഷൻ എന്ന ഒറ്റ മൂവി കൊണ്ട് ലോകമെമ്പാടും ശ്രദ്ധ നേടിയ ഇന്ത്യ നവരറ്റെ എന്ന 25 വയസ്സുകാരിയെ പറ്റിയാണ്. തുടക്കത്തിൽ ലൈവ് സ്ട്രീമറായും ചെറിയ വേഷങ്ങൾ ചെയ്തുമാണ് ഇന്ത്യ തന്റെ യാത്ര ആരംഭിക്കുന്നത്. തന്റെ 17-ാം വയസ്സിൽ ക്രോസ് വേർഡ്സ് ടുഗദർ എന്ന ചെറിയ ഷോർട്ട് ഫിലിമിലൂടെയാണ് ഇന്ത്യ തന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. തുടർന്ന് നെറ്റ്ഫ്ലിക്സിന്റെ 13 Reasons Why എന്ന സൂപ്പർ ഹിറ്റ് സീരീസിലെ കഥാപാത്രത്തിലൂടെ ഇന്ത്യ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ തുടങ്ങി. പിന്നീട് സൂപ്പർമാൻ ആൻഡ് ലോയിസ് സീരീസിലെ സാറ എന്ന കഥാപാത്രവും കയ്യടി നേടി. എന്നാൽ അവളുടെ കരിയറിലെ ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ എന്നത് ഒബ്സഷൻ ആയിരുന്നു. ചിത്രത്തിൽ നിക്കി ഫ്രീമൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഇന്ത്യ തന്റെ അസാധ്യമായ അഭിനയം കൊണ്ട് പ്രേക്ഷകരെയും നിരൂപകരെയും ഒരുപോലെ അമ്പരിപ്പിച്ചു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഒബ്സഷൻ കണ്ടവർക്ക് നിക്കി എന്ന കഥാപാത്രത്തെ അത്ര പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ കഴിയില്ല. ഒരേ സമയം സ്നേഹവും പേടിയും അസ്വസ്ഥതയും കൊണ്ടുവരുന്ന ആ കഥാപാത്രത്തെ അത്രയും ഇൻറ്റൻസ് ആയി അവതരിപ്പിച്ചിട്ടുണ്ട്. നിക്കിയെ വെറും ഒരു സ്കേറി ക്യാരക്ടറായി കാണാതെ അവളുടെ പെയിനും വൾനറബിലിറ്റിയും മനസ്സിലാക്കി അവതരിപ്പിക്കാനായിരുന്നു ഇന്ത്യ ശ്രമിച്ചത്. ഇപ്പോഴിതാ മാർവലിന്റെ വരാനിരിക്കുന്ന പ്രൊജക്റ്റായ എക്സ്മെനിലെ റോഗ് എന്ന കഥാപാത്രത്തിനായി 2 പ്രധാന വലിയ സിനിമകളാണ് ഇന്ത്യ നിരസിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് ഹീറ്റ് 2. ക്രിസ്ത്യൻ ബെയിൽ, ലിയനാർഡോ ഡികാപ്രിയോ, ആദം ഡ്രൈവർ തുടങ്ങിയ സൂപ്പർ താരങ്ങൾക്കൊപ്പം ആഷ്ലി ജൂഡ് മുൻപ് ചെയ്ത ഷാർലിൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാനാണ് ഇന്ത്യയെ പരിഗണിച്ചിരിക്കുന്നത്. കൂടാതെ സംവിധായകൻ മത്യാസ് സോൻ ഒരുക്കുന്ന മറ്റൊരു ഹൊറർ സിനിമയിലെ $2.5 മില്യൺ പ്രതിഫലം ലഭിക്കുമായിരുന്ന വേഷവും ഇന്ത്യ വേണ്ടെന്ന് വെച്ചെന്നാണ് റിപ്പോർട്ടുകൾ. വെറും $20,000 മാത്രം പ്രതിഫലം വാങ്ങി ഇന്ത്യ അഭിനയിച്ച ഒബ്സഷൻ $1 മില്യൺ താഴെ ബജറ്റിൽ നിർമ്മിച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഇൻഡിപെൻഡന്റ് സിനിമയായി മാറിയിരുന്നു. എന്നാൽ ഇന്ത്യൻ നവരജയുടെ അഭിനയ ജീവിതത്തിന്റെ തുടക്കം ഒരു ഇന്ത്യൻ കണക്ഷനിലൂടെയാണ്, അതും തന്റെ 17-ാം വയസ്സിൽ. ഇന്ത്യൻ സംവിധായകനായ ശുഭം സഞ്ജയ് ഷവാഡെ ഒരുക്കിയ ക്രോസ് വേർഡ്സ് ടുഗദർ എന്ന റൊമാൻറ്റിക് ഷോർട്ട് ഫിലിമിലൂടെയാണ് ഇന്ത്യ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങളിലൂടെ പ്രണയത്തിന്റെ അർത്ഥം തിരയുന്ന ഈ ചിത്രത്തിൽ നായികയുടെ കൗമാരകാലഘട്ടമാണ് ഇന്ത്യ അവതരിപ്പിച്ചത്. കഥാപാത്രത്തിന് ആവശ്യമായ നിഷ്കളങ്കതയും വൈകാരിക തലങ്ങളും ഒക്കെ സ്ക്രീനിലെത്തിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. ചെറുപ്പം മുതലേ സിനിമയോടും അഭിനയത്തോടും വലിയ താല്പര്യമുണ്ടായിരുന്ന ഇന്ത്യയുടെ ആ ക്രേസ് സിനിമകളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അമ്മയിൽ നിന്നായിരുന്നു. അമ്മയുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ആക്ടിങ്ങിലേക്കുള്ള തന്റെ ആദ്യ ചുവടുകൾ ഇന്ത്യ വെച്ചത്. ഒരുപാട് കഥാപാത്രങ്ങളൊന്നുമില്ല, വിരലിലെണ്ണാവുന്ന റോളുകൾ മാത്രം. വെറും 6-7 കോടി മുടക്കി ചെയ്ത സിനിമ നേടിയത് 4000 കോടിയിലധികമാണ്. 4000 കോടിയുടെ നായിക എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസിൽ നിന്റെ ഭാഗമാണ്.